നമസ്കാരം. ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് മുന്നിലുള്ളത് ഒരു യൂട്യൂബ് അഭിമുഖത്തിന്റെ ട്രാൻസ്ക്രിപ്റ്റാണ്. വിന്നിംഗ് ടീമിലെ മഞ്ജുഷ രാജേന്ദ്ര ജിത്കറും അവരുടെ മകൻ ആദിത്യ ജിത്കറും അവർ വെസ്റ്റീജ് എന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലൂടെ കടന്നുപോയ അവരുടെ ജീവിതയാത്ര പിന്നെ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നൊരു സംഭാഷണമാണിത്. അതെ, വളരെ സാധാരണമായ ചുറ്റുപാടുകളിൽ നിന്ന് തുടങ്ങി ശ്രദ്ധേയമായ ചില നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു അനുഭവകഥയാണിതിലുള്ളത്. ശരിയാണ്. അപ്പോൾ നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം. എന്താണ് ഈ യാത്രയുടെ കാതൽ? അവർക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, അതിൽ നിന്നവർ എങ്ങനെയാണ് കരകയറിയെന്ന് പറയുന്നത്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായും. വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ, പിന്നെ ഒരു പ്രത്യേക ബിസിനസ് മോഡലിലൂടെ പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം. വെസ്റ്റീജ്. അതെ, വെസ്റ്റീജ് അതിന് കിട്ടിയെന്ന് പറയുന്ന ഒരു പിന്തുണ, ഇതൊക്കെ ചേർന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് ഈ അഭിമുഖം പറയുന്നത്. ശരി, നമുക്ക് അവരുടെ യാത്രയുടെ ഓരോ ഘട്ടങ്ങളായി ഒന്ന് പരിശോധിക്കാം. അവരുടെ വാക്കുകളിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ തുടക്കത്തിലേക്ക് തന്നെ പോകാം. പൂനെയിലെത്തുമ്പോൾ മഞ്ജുഷയും ഭർത്താവും നേരിട്ട ആ സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. കയ്യിൽ വളരെ കുറച്ച് വസ്ത്രങ്ങൾ, പിന്നെ ഒരു ജോഡി സ്ലിപ്പറും മാത്രം. അത്രമാത്രം? അതെ. താമസം ഒരു ചെറിയ വാടകമുറിയിലായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ ആ അവസ്ഥയുടെ ഒരു ചിത്രം കിട്ടും നമുക്ക്. സാമ്പത്തികമായിട്ടും നല്ല ഞെരുക്കം അനുഭവിച്ചു എന്ന് പറയുന്നു. അതെ, വളരെ വ്യക്തമാണത്. വെറും 50 പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ദീർഘദൂരം നടന്നുപോയിരുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 50 പൈസയ്ക്ക് വേണ്ടി? അതെ. പിന്നെ കുടുംബം പുലർത്താൻ ഭർത്താവ് ഒരേ സമയം പല ജോലികൾ ചെയ്തിരുന്നത്, അതൊക്കെ അവർ ഓർക്കുന്നുണ്ട്. ശരിയാണ്. ജീവിതത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് അത് മുന്നോട്ടുള്ള തീരുമാനങ്ങളെ ഒരുപാട് സ്വാധീനിക്കുമല്ലേ? തീർച്ചയായും. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിലും പിന്നെ എടുക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതിലൊക്കെ ഇതിന് വലിയ പങ്കുണ്ട്. ചിലപ്പോൾ ഒരു ലക്ഷ്യബോധം ഉണ്ടാവാൻ പോലും ഇതൊരു കാരണമായിട്ടുണ്ടാവാം. അങ്ങനൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പുതിയ അവസരത്തെക്കുറിച്ച് അവർ കേൾക്കുന്നത്. അതെ. അപ്പോൾ ഈ ഡയറക്ട് സെല്ലിംഗ് രംഗത്തേക്കും വെസ്റ്റീജിലേക്കും അവരെത്തുന്നത് അതെങ്ങനെയായിരുന്നു? അതൊരു സുഹൃത്തു വഴിയാണ്. സാഗർ ഭയ്യ എന്നവർ സ്നേഹത്തോട് വിളിക്കുന്ന ഒരാള്. സാഗർ ഭയ്യ. അദ്ദേഹമാണ് ഈ മേഖലയെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് എന്ന ബിസിനസ് രീതിയെക്കുറിച്ചും വെസ്റ്റീജ് എന്ന കമ്പനിയെക്കുറിച്ചും അവരാദ്യമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്നുവെച്ചാൽ ഉൽപ്പാദകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാർ ഒന്നുമില്ലാതെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക. ഓക്കെ. അപ്പോ ഈ ഒരു വിതരണ ശൃംഖലയുടെ ഭാഗമാകുന്നവർക്ക് ഒരു വരുമാനം നേടാൻ അവസരം കിട്ടുന്നു. അതാണ് അതിന്റെ ഒരു രീതി. അപ്പോ അന്ന് അവർക്കുണ്ടായിരുന്ന ആ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിലാണോ അവർ ഇതിനെ കണ്ടത്? അവരുടെ വാക്കുകൾ കേട്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. അതെ, തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു മരുന്നായിട്ട് അവർ ഈ അവസരത്തെ കണ്ടു. ഇത് തങ്ങളെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ. അതിൽ വെസ്റ്റീജ് ബിസിനസ് ചെയ്യുവാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. ശരിയാണ്. പലപ്പോഴും സാമ്പത്തിക സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ മുന്നിലൊരു പുതിയ വരുമാന സാധ്യതയോ അല്ലെങ്കിൽ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു വഴിയോ കണ്ടാൽ അത് ആകർഷകമായി തോന്നും, അല്ലേ? തീർച്ചയായും. അത് സ്വാഭാവികമാണ്. അങ്ങനെ 2017 ജൂണിൽ അവർ വെസ്റ്റീജ് ബിസിനസ്സിൽ സജീവമായി. തുടക്കകാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ അഭിമുഖത്തിൽ നന്നായി പറയുന്നുണ്ട്. ഉണ്ട്. രാവും പകലും വ്യത്യാസമില്ലാതെ രാത്രി വളരെ വൈകിയും അതിരാവിലെയും അവർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. വളരെ ഊർജ്ജസ്വലതയോടെ നല്ല ശ്രദ്ധയോടെയാണ് ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചത് എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. അതെ, ആ ഒരു പ്രയത്നത്തിന് അതിന് ഫലമുണ്ടായി എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. അവരുടെ വിവരണം വെച്ചു നോക്കുമ്പോൾ ബിസിനസ് തുടങ്ങി വെറും 6 മാസത്തിനുള്ളിൽ ക്രൗൺ ലെവൽ. 6 മാസം കൊണ്ട്? അതെ, ആ ഒരു നിലയിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചു എന്ന് പറയുന്നു. വെസ്റ്റേജ് പോലുള്ള കമ്പനികളിൽ അതൊരു പ്രധാനപ്പെട്ട നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. പിന്നെ അതിനുശേഷം ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ അഥവാ DUCD എന്ന ഉയർന്ന തലത്തിലേക്കും അവരെത്തി. അതും കമ്പനിയിലെ ഉയർന്ന അംഗീകാരങ്ങളിലൊന്നാണ്. വരുമാനത്തിന്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങളുണ്ടായി എന്ന് അവർ പറയുന്നുണ്ടല്ലോ. നല്ലൊരു വരുമാനം കിട്ടിത്തുടങ്ങിയെന്ന്. അതെ അതെ. 2020 ഡിസംബർ ആയപ്പോഴേക്കും മാസത്തിലെ 2.5 ലക്ഷം രൂപ വരുമാനം നേടാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. 2.5 ലക്ഷം. ഇതിനിടയിൽ 12-13 വിദേശയാത്രകൾ നടത്തിയതായും ഒരു ആഡംബര കാറ് സ്വന്തമാക്കിയതായും അവർ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കൊള്ളാം.
ആ തുടക്കത്തിലെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയൊരു മാറ്റമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും. പക്ഷേ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ ഒരു വിജയഗാഥ പോലെ മുന്നോട്ടു പോകുമ്പോഴാണ് ജീവിതത്തിൽ ആ ഒരു അപ്രതീക്ഷിത സംഭവം നടക്കുന്നത്, അല്ലേ? അതെ, അതവരുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഒരു ദിവസം രാത്രി ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു. അയ്യോ! അത് അവരെ മാനസികമായി വല്ലാതെ തളർത്തിക്കളഞ്ഞു. കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു താങ്ങും പ്രചോദനവുമായിരുന്ന ആളാണ് പെട്ടെന്നില്ലാതാവുന്നത്. അതെ, ആ വിയോഗം അവരെ ഒരു ശൂന്യതയിലേക്ക് തള്ളിയിട്ടു എന്ന് പറയാം. മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവും. എല്ലാം ഉപേക്ഷിച്ചു പോയാലോ എന്ന് പോലും ചിന്തിച്ചുവെന്നവർ പറയുന്നുണ്ട്. പറയുന്നുണ്ട്. ജീവിതത്തിൽ ഇത്തരം അപ്രതീക്ഷിത ദുരന്തങ്ങൾ വ്യക്തികളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും എത്രമാത്രം പിടിച്ചുലയ്ക്കാമെന്നതിന് ഇതൊരു ഉദാഹരണമാണ്. തീർച്ചയായും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ചിലപ്പോൾ അർത്ഥമില്ലെന്ന് തോന്നിപ്പോകാം. ശരിയാണ്. മുന്നോട്ടു പോകാനുള്ള എല്ലാ ഒരു ഊർജവും നഷ്ടപ്പെട്ട പോലെ തോന്നും. അത്തരം ഘട്ടങ്ങളിൽ കിട്ടുന്ന പിന്തുണ, വൈകാരികമായാലും പ്രായോഗികമായാലും, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ പിന്തുണയുടെ കാര്യം അത് മഞ്ജുഷയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന സാഗർ ഭയ്യ, പിന്നെ വിന്നിംഗ് ടീമെന്ന് അവർ പറയുന്ന ആ കൂട്ടായ്മയും അതെ, വലിയ പിന്തുണ നൽകിയെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. അതെ, ഈ വിന്നിംഗ് ടീം എന്ന് പറയുന്നത് വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്നവരെ സഹായിക്കാനും പരിശീലനം കൊടുക്കാനും ഒക്കെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ആ പിന്തുണയാണ് അവരെ മുന്നോട്ട് നയിച്ചത് എന്നാണ് അവർ പറയുന്നത്. തങ്ങളെ വിശ്വസിച്ച് ഈ ബിസിനസ്സിലേക്ക് വന്നവർക്ക് വേണ്ടിയും, പിന്നെ മരണപ്പെട്ട ഭർത്താവിന്റെ ആ പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയും ബിസിനസ്സിൽ തുടരാൻ അവരെ തീരുമാനിച്ചു. അതൊരു വലിയൊരു പ്രചോദനമായി മാറിയിട്ടുണ്ടാവും. തീർച്ചയായും. ഇപ്പോൾ അവരുടെ മകൻ ആദിത്യയും കഴിഞ്ഞ 5 വർഷമായി അമ്മയോടൊപ്പം ഈ ബിസിനസ്സിൽ ഫുൾ ടൈമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതെ, വിന്നിംഗ് ടീം നൽകുന്ന ചില പരിശീലനങ്ങളെക്കുറിച്ചും അവർ പറയുന്നുണ്ടല്ലോ. ആർട്ട് ഓഫ് ലിവിംഗ്, ആർട്ട് ഓഫ് വിന്നിംഗ് എന്നൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പേഴ്സണൽ ഗ്രോത്തിനും ബിസിനസ്സിൽ വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും അവരെ സഹായിച്ചു എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ഓക്കെ. ഇവിടെ രസകരമായ ഒരു കാര്യം, വെസ്റ്റീജും വിന്നിംഗ് ടീമും തമ്മിലുള്ള ഒരു പ്രവർത്തന രീതിയെക്കുറിച്ച് അവർ പറയുന്നതാണ്. അതെന്താണ്? വെസ്റ്റീജ് പണം സമ്പാദിക്കാനുള്ള ഒരവസരം, അല്ലെങ്കിൽ എന്ത് നൽകുന്നു. ഓക്കെ, അവസരം. അതെ. എന്നാൽ അത് എങ്ങനെ ചെയ്യണം എന്നതിനുള്ള പ്രായോഗിക പരിശീലനവും പ്രചോദനവും നൽകുന്നത് വിന്നിംഗ് ടീമാണ്. അങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്. അത് കൊള്ളാമല്ലോ. അതായത് ഒന്ന് അവസരം തരുന്ന പ്ലാറ്റ്ഫോം, മറ്റേത് അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പരിശീലനക്കളരിയും സപ്പോർട്ട് സിസ്റ്റവും. അതെ, അതെ. ഇത് രണ്ടും ചേർന്നുള്ള പ്രവർത്തനം അവരുടെ വിജയത്തിന് കാരണമായി എന്ന് അവർ വിശ്വസിക്കുന്നു. ശരിയാണ്. അവരുടെ അനുഭവത്തെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഒരു ബിസിനസ് അവസരത്തോടൊപ്പം ഇങ്ങനെ ചിട്ടയായ പരിശീലനവും ഗൈഡൻസും പ്രോത്സാഹനവും ഒക്കെ നൽകുന്ന ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി അവർ കാണുന്നു. അത് ശരിയായിരിക്കാം. കാരണം പുതിയതായി വരുന്നവർക്ക് ഒരു ആത്മവിശ്വാസം കിട്ടാനും കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാനുമൊക്കെ ഇത് സഹായിച്ചിട്ടുണ്ടാവാം. സാധ്യതയുണ്ട്. പല ഡയറക്റ്റ് സെല്ലിംഗ് സംരംഭങ്ങളിലും ഇത്തരം സപ്പോർട്ട് സിസ്റ്റങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. അവർ അതിനെ പ്രാധാന്യത്തോടെ കാണുന്നു. അപ്പോ ഈ കൂട്ടായ പ്രവർത്തനത്തിലൂടെയും വ്യക്തിപരമായ പ്രയത്നത്തിലൂടെയും പ്രതിസന്ധികളെ അതിജീവിച്ചതിലൂടെയുമൊക്കെ അവർ നേടിയെന്ന് പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി അഭിമുഖത്തിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ വിദേശയാത്രകളും കാറുമൊക്കെ കൂടാതെ മകളുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ്. അത് വളരെ ആഘോഷമായി നടത്തിക്കൊടുക്കാൻ സാധിച്ചു എന്നത് അവർ വലിയൊരു നേട്ടമായി കാണുന്നു. പിന്നെ ആ ജീവിതശൈലിയിൽ വന്ന മാറ്റം, അതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. ഏകദേശം 1 വർഷം കൊണ്ടാണ് ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നവർ പറയുന്നു. 1 വർഷം കൊണ്ട്? അതെ. പണ്ട് 50 പൈസ ലാഭിക്കാൻ നടന്ന ആ സ്ഥാനത്ത് നിന്ന് ഇന്ന് പണത്തെക്കുറിച്ച് അധികം ആലോചിക്കാതെ ആവശ്യങ്ങൾ നിറവേറ്റാനും ചെലവഴിക്കാനും സാധിക്കുന്നു എന്നവർ സൂചിപ്പിക്കുന്നു. അപ്പൊ അതാണ് ആ മാറ്റം. അതെ, അതവരുടെ കഥയിലെ ഒരു പ്രധാന ഭാഗമാണ്, ആ പഴയ അവസ്ഥയിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ശരി. അപ്പൊ ഈ അഭിമുഖത്തിൽ പങ്കുവച്ച കാര്യങ്ങളെ നമുക്കൊന്ന് ചുരുക്കി പറയാം. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മളെ കേട്ടത് മഞ്ജുഷയുടെയും ആദിത്യയുടെയും അനുഭവ വിവരണമാണ്, അല്ലേ? കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് തുടങ്ങി
ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊരു ബിസിനസ് അവസരം വെസ്റ്റീജ് കണ്ടെത്തുന്നു. അതിനൊപ്പം ഒരു പിന്തുണ സംവിധാനത്തിന്റെ സഹായം കിട്ടുന്നു. അതെ. ഇതിനിടയിൽ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നു. അതിനെയെല്ലാം അതിജീവിച്ച് തങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിത നിലവാരത്തിലേക്കും സാമ്പത്തിക ഭദ്രതയിലേക്കും എത്തിച്ചേർന്നു എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു യാത്ര. അതെ. അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് സ്ഥിരോത്സാഹവും ഒരു ലക്ഷ്യബോധവും പിന്നെ ആ ഒരു കൂട്ടായ്മയുടെ പിന്തുണയും ഈ യാത്രയിൽ നിർണായക പങ്കുവഹിച്ചു എന്നാണ്. തീർച്ചയായും ഈ അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനവും ഒരു ടീമിന്റെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെയോ പിന്തുണയും പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു മാനസിക ശക്തി ഇതിന്റെയൊക്കെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. ശരിയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് മോഡലിനെക്കുറിച്ച് പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ വ്യക്തിപരമായ അനുഭവസാക്ഷ്യം എന്ന നിലയിൽ ഇത് ശ്രദ്ധേയമാണ്. അതെ. അവരെങ്ങനെയാണ് യാത്രയെ കാണുന്നത്, എന്തൊക്കെ ഘടകങ്ങളാണ് അവരുടെ വിജയത്തിന് പിന്നിലെന്ന് അവർ വിശ്വസിക്കുന്നത്, അതൊക്കെ ഇത് കാട്ടിത്തരുന്നു. ഒരു ഘടകം ശരിയാണ്. തീർച്ചയായും ഈ ബിസിനസ് രീതികളെക്കുറിച്ച് സമൂഹത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും നിലവിലുണ്ട് എന്നതും നമ്മൾ ഓർക്കണം. തീർച്ചയായും. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മഞ്ജുഷയും ആദിത്യയും പങ്കുവെച്ച അവരുടെ ആ വ്യക്തിപരമായ അനുഭവത്തിലും അതിൽ നിന്ന് അവർ ഉൾക്കൊണ്ട പാഠങ്ങളിലുമാണ്. വളരെ ശരിയാണ്. അവരുടെ യാത്രയും അതിലെ പ്രധാന ഘട്ടങ്ങളുമായിരുന്നു നമ്മുടെ ഈ ചർച്ചയുടെ അടിസ്ഥാനം. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പറയൂ. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വലിയ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മുന്നോട്ടു പോകാൻ നമ്മെ സഹായിക്കുന്നതെന്തെല്ലാമാണ്? നല്ല ചോദ്യമാണ്. മഞ്ജുഷയുടെ കഥയിൽ നമ്മൾ കണ്ടു വ്യക്തമായ ഒരു ലക്ഷ്യം, അതായത് അവരുടെ ബിസിനസ് ലക്ഷ്യങ്ങളും ഭർത്താവിന്റെ സ്വപ്നങ്ങളും. ഒപ്പം ശക്തമായ ഒരു പിന്തുണാ ശൃംഖലയും വിന്നിംഗ് ടീം, സാഗർ ഭയ്യ ഇവയൊക്കെ വലിയ പങ്ക് വഹിച്ചതായി നമ്മൾ കണ്ടു. അതെ. അപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്ന ലക്ഷ്യങ്ങളും പിന്തുണാ സംവിധാനങ്ങളും എത്രത്തോളം പ്രധാനമാണ്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.